വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ശബരിമല കേസ് സുപ്രീം കോടതി പരിഗണിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട്. കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ്. ശബരിമലയിൽ പ്രായഭേദമന്യേ യുവതികൾക്ക് പ്രവേശിക്കാമെന്ന വിധി വന്നതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. സംഘപരിവാർ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങളും കേരളത്തിൽ അരങ്ങേറിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ശബരിമല വിഷയത്തിൽ കോടതി പറയുന്ന വിധി എന്നതും എല്ലാവരും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ശബരിമല കേസിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പ്രധാനമായും പരിശോധിക്കുക പുതിയ വാദമുഖങ്ങൾ ഉണ്ടോ എന്നായിരിക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ പുറപ്പെടുവിച്ച വിധിയിൽ കാര്യമായ പിഴവുണ്ടോ, അന്ന് പരിഗണനയിൽ വരാതിരുന്ന പുതിയ വാദമുഖങ്ങളുണ്ടോ, നേരത്തെ പരിഗണനയിൽ വരാതിരുന്ന വസ്തുതകൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാവും പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ മുഖ്യമായും പരിശോധിക്കുക. പുനഃപരിശോധനാ ഹർജികൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധിയിന്മേലുള്ള അപ്പീലായിട്ടല്ല പരിഗണിക്കുന്നത്. ഈ വിധി പുറപ്പെടുവിച്ച സമയത്ത് ഇല്ലാതിരുന്ന വാദമുഖങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ എന്നതാണ് പരിശോധിക്കുകയെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഉന്നയിച്ച വാദങ്ങൾ തന്നെ വീണ്ടും പരിശോധിക്കാൻ സാധാരണഗതിയിൽ കോടതി തയ്യാറാവാനും സാധ്യതയില്ല. പുനഃപരിശോധനാ ഹർജികളിൽ പുതിയ വാദമുഖങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തിയാൽ ആദ്യ പരിശോധനയിൽ തന്നെ തള്ളാനാണ് സാധ്യതയെന്നും ഇവർ പറയുന്നു. അതേസമയം കാതലായ വാദങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ നേരത്തെ പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്ത് വിശദമായ വാദം കേൾക്കലിന് കോടതി തയ്യാറാകും. വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചാൽ അതിനായി വിശാല ബെഞ്ച് രൂപീകരിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ 5 അംഗ ബെഞ്ചാണ് ശബരിമല കേസ് പരിഗണിച്ചത്. പുതിയ 7 അംഗ ബെഞ്ച് രൂപീകരിച്ച് വാദം കേൾക്കുന്നതിന് കോടതി തീരുമാനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നും നിയമവിദഗ്ധർ പറയുന്നു. 55 പുനഃപരിശോധനാ ഹർജികൾ, പുതിയ റിട്ട് ഹർജികൾ 4 റിട്ട് ഹർജികൾ, 2 ട്രാൻസ്ഫോം ഹർജികൾ, ദേവസ്വം ബോർഡിന്റെ സാവകാശ ഹർജി എന്നിവ ഉൾപ്പെടെ 60ഓളം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. വിധി വരാൻ ഇന്ന് വൈകിട്ട് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.